Next paragraph. I realized that she hadn't come back and decided to sit down in front of her room, where I thought I wouldn't be noticed. അങ്ങനെ നമ്മുടെ സിന ലോപ്പ് അവളുടെ റൂമിൻ്റെ അവിടേക്ക് തിരികെ എത്തി. സിസ്റ്റർ താമസിച്ചതുകൊണ്ട് അവൾ തിരികെ റൂമിലേക്ക് പോരുന്നു. അവൾ റിയലൈസ് ചെയ്യുകയാണ് ചേച്ചി ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് റൂമിൻ്റെ മുൻവശത്തായിട്ട് ഇരിക്കാം എന്ന് ചിന്തിച്ചു. വേർ ഐ തോട്ട് ഐ വുഡിൻ ബി നോട്ടീസ്ഡ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവളെ ആരും ശ്രദ്ധിക്കത്തില്ല എന്നാണ് അവൾ ചിന്തിച്ചത്. ഐ വാസ് റീഡിങ് എ കോപ്പി ഓഫ് ഡ്രം മാഗസിൻ ഹോപ്പിംഗ് ദാറ്റ് ഷീ വുഡ് കം ബാക്ക് സൂൺ. അപ്പോൾ സിസ്റ്റർ വരുമായിരിക്കും എന്ന ചിന്തയിൽ അവൾ ഒരു മാഗസിൻ വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ബിഫോർ ദ ഡോഗ്സ് സ്നിഫ്ഡ് മീ ഔട്ട്. ഐ വാസ് ട്രൈയിങ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിങ്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ സാധിച്ചിരുന്നില്ല. വെൻ ഐ ഹേർഡ് 2 dogs പ്ലേയിങ് ചേസിങ് ഈച്ച് അതർ നിയറർ ആൻഡ് നിയറർ ടു വെയർ ഐ വാസ് സിറ്റിംഗ്. അപ്പം അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ഡോഗ്സ് പ്ലേ ചെയ്യുന്നത് അവൾ കേട്ടു. അങ്ങനെ 2 പേരും ചേസ് ചെയ്ത് അവളുടെ അടുക്കിലേക്ക് എത്തുന്നതായിട്ട് അവൾക്ക് തോന്നി. ആൻഡ് ദെൻ they were in front of me looking as surprised as I was. തൊട്ടടുത്ത നിമിഷം അവൾ നോക്കിയപ്പോൾ ആ ഡോഗ്സ് അവളുടെ മുന്നിലുണ്ട്. വളരെ സർപ്രൈസ്ഡ് ആയിട്ട് അവളിങ്ങനെ നോക്കുകയാണ്. For a brief moment we stared at each other. ഡോഗ്സും അവളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറിച്ചു നോക്കി നിൽക്കുന്നു. Then they started to bark at me. ആ ഡോഗ് അവളുടെ നേരെ കുരയ്ക്കാൻ തുടങ്ങി. I was sure they would tear me to pieces if I moved just one finger. അവൾ ചിന്തിക്കുകയാണ്, എൻ്റെ കൈയെങ്കിലും ഞാൻ അലക്കിയാൽ ഈ 2 ഡോഗ്സും എന്നെ എന്ത് ചെയ്യും, വലിച്ച് കീറിക്കളയും. അതുകൊണ്ട് I sat very സ്റ്റില്ലായിട്ട് അവൾ അവിടെ ഇരുന്നു. Trying not to look at them while my heart pounded and my mouth went dry as paper. അവൾ വളരെയധികം പേടിച്ചു. അവളുടെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവളുടെ മൗത്ത് ഉണങ്ങി വരണ്ടു. Then the madam's high-pitched voice rang out above the dogs barking. നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് മാഡം ഉച്ചത്തിൽ വിളിക്കുന്ന സൗണ്ട് ഇവള് കേട്ടു. മാഡം വിളിക്കുന്നത് സിസ്റ്ററിനെയാണ്. ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്, ഐറിൻ, ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം. മാഡം ആരെയാണ് വിളിക്കുന്നത്? സിസ്റ്ററിനെ വിളിക്കുകയാണ്. സിസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് ഐറിൻ, which we never use. I couldn't move or answer the call. സിനാലോപ്പ് ആ വിളിക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. കാരണം എന്നാ, 2 ഡോഗ്സ് അവളുടെ മുന്നിൽ നിൽക്കുകയാണ്. Their teeth so threateningly long. അവരുടെ പല്ലുകൾ, ആ നായ്ക്കളുടെ പല്ലുകൾ കൂർത്ത പല്ലുകളാണ്. When there was no reply, she came to see what was going on. അപ്പം ഐറിൻ എന്ന മാഡം സിസ്റ്ററിനെ വിളിച്ചു. ഇവൾക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. റിപ്ലൈ ഒന്നും കിട്ടാതെ വന്നപ്പോൾ മാഡം പട്ടികൾ കുരയ്ക്കുന്നത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഓ ഇറ്റ്സ് യു, ഹലോ, ഓ ഇത് നീയായിരുന്നോ? ദെൻ ദ ഡോഗ് സ്റ്റോപ്ഡ് ബാർക്കിംഗ്. മാഡമിനെ കണ്ടപ്പോൾ നായ്ക്കൾ കുര നിർത്തി. ബട്ട് ദേ ഹാഡിൻ മൂവ്ഡ്. ദേ വേ സ്റ്റിൽ ഗ്രൗളിങ് അറ്റ് മീ. ഇപ്പോഴും ആ നായ്ക്കൾ ഇവളെ നോക്കി മുരളുകയാണ്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ. സിനാലോപ്പ് മാഡമിനോട് പറയുന്നു, നായ്ക്കൾ എന്നെ കൊന്നുകളയും. നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. എനിക്ക് അവരിൽ നിന്ന് കണ്ണുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. നോ ദേ വോണ്ട് ബൈറ്റ് യു. വെൻ ഡിഡ് യു കം ഇൻ? അപ്പം മാഡം അവളോട് റിപ്ലൈ ചെയ്യുകയാണ്, ഇല്ല, അവർ നിന്നെ കടിക്കത്തൊന്നുമില്ല. നീ എപ്പോഴാണ് വന്നത്? വി ഡിഡിൻ സീ യു. ഞങ്ങൾ നിന്നെ കണ്ടില്ലല്ലോ, നീ എപ്പോഴാണ് വന്നത് എന്ന് മാഡം സിനാലോപ്പിനോട് ചോദിക്കുന്നു. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം നൗ. മൈ സിസ്റ്റർ ഈസ് ഇൻ ഹിയർ. അപ്പോൾ ഇവള് മറുപടി കൊടുക്കുന്നു, ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയുള്ളൂ, സിസ്റ്റർ ഇവിടെ ഇല്ല. ഐ എം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹെർ. ഞാനിവിടെ വന്നത് അവളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. വന്നപ്പോൾ അവൾ ഇവിടെ ഇല്ല. ഓ ഷീ ഈസ് നോട്ട് ഹിയർ. ഓ അവളിവിടെ ഇല്ലേ? ഐ ക്യാൻ ഗിവ് ഹെർ എ മെസ്സേജ്. ഞാൻ അവൾക്കൊരു മെസ്സേജ് അയക്കാം. യു ഗോ ഓൺ ഹോം. ഐ വിൽ ടെൽ ഹെർ ദാറ്റ് യു വോണ്ട് ടു സീ ഹെർ. അപ്പം നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കാം. നിന്നെ കാണാൻ വേണ്ടിയിട്ട് സിസ്റ്റർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അവൾക്ക് മെസ്സേജ് ഇടാമെന്ന് മാഡം അവളോട് പറഞ്ഞു. എവറി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രേറ്റ് അവേ, റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വെയർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. എല്ലാ ദിവസവും രാവിലെ ഇവൾ നേരത്തെ തന്നെ എഴുന്നേൽക്കും.
എന്നിട്ടിന് ശേഷം അവളുടെ ബെഡ് മടക്കി സിസ്റ്റർ ഉറങ്ങുന്ന ബെഡിൻ്റെ അടിയിലേക്ക് അവൾ കയറ്റി വെക്കും. ഐ വാസ് നോട്ട് സപ്പോസ് ടു പുട്ട് ഓൺ ദ ലൈറ്റ് ഓൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. എത്ര ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടാൻ പാടില്ലായിരുന്നു അവൾക്ക്. ഐ ലൈറ്റ് എ ക്യാൻഡിൽ ആൻഡ് ടിപ്ടോ മൈ വേ ഔട്ട് വിത്ത് എ സോഫ്റ്റ് ഡിഷ് ആൻഡ് എ ടൂത്ത് ബ്രഷ്. അപ്പോൾ അവൾ ഇരുട്ടത്ത് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ചാണ് സാധാരണ എല്ലാ ദിവസങ്ങളിലും കുളിക്കാനായിട്ട് പോകുന്നതും ബ്രഷ് ചെയ്യുന്നതും എല്ലാം തന്നെ. ഐ വിൽ ഡു എവറിത്തിങ് ആൻഡ് ബി ദ പ്രമിസ് ബൈ 5:30 വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം കൃത്യം 5:30 ആകുമ്പോഴേക്കും അവൾ ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് പോകാറുണ്ട്. എല്ലാ ദിവസവും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷൂസ് ഇൻ മൈ ബാഗ്, അവളുടെ ബാഗിൽ ഷൂസ് എടുത്ത് വെച്ചിരിക്കും. കാരണം ഷൂ ഇട്ട് പോകുമ്പോൾ സൗണ്ട് കേട്ട് മാഡം അവളിവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ ഷൂ എല്ലായ്പ്പോഴും ബാഗിലാണ് സൂക്ഷിക്കാറുള്ളത്. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദി ഗേറ്റ്. പിന്നീട് ആ ഷൂ കാലിലേക്ക് ഇടുന്നത് ഗേറ്റ് കടന്നതിന് ശേഷം മാത്രമായിരുന്നു. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ടുക്ക് മൈ മൈൻഡ് അവേ ഫ്രം ദ ബൈറ്റിംഗ് കോൾഡ് ഓഫ് ദ നൈറ്റ് ആൻഡ് മൈ വെറ്റ് നോസ് until I saw my sister walking towards me. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അവളിങ്ങനെ ആ റൂമിൻ്റെ വെളിയിൽ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ നടന്ന് വരുന്നത് അവൾ കണ്ടു. മോളോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? ഇവള് സിസ്റ്ററിനെ കണ്ടപ്പോൾ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, നീ എന്താ താമസിച്ചത്, നീ എന്ത് ചെയ്യുകയായിരുന്നു? ഐ ക്വിക്ലി ബ്രീഫ്ഡ് ഹെർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. ശേഷം സിസ്റ്ററിനോട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓ, വാട്ട് വെർ ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ആദ്യമൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? യു നോ യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ഇൻ ടുഗെദർ. നിനക്കറിയത്തില്ലേ, എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് അല്ലേ ഈ വീട്ടിലേക്ക് വരാറുള്ളത്? നീ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ രണ്ടും കൂടെ ചേർന്നല്ലേ ഈ വീട്ടിലൊക്കെ വരാറുള്ളത്. ദെൻ ഐ കുഡ് സേ യു വെർ വിസിറ്റിംഗ് ഓർ സംതിങ്. നിന്നെ ഇപ്പോൾ മാഡം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് പറയാം, നീ വിസിറ്റിങ്ങിനോ എന്തിനെങ്കിലും വന്നതാണ് എന്ന് എനിക്ക് പറയാം. നൗ യു ടെൽ മീ വാട്ട് ആം ഐ സപ്പോസ് ടു സേ ടു ദം ഇഫ് ദേ സീ യു കം ഇൻ അഗെയിൻ. വീണ്ടും അടുത്ത ദിവസം ഞാനും നീയും കൂടെ ഒരുമിച്ച് ഇവിടേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ രണ്ടിനെ ഒരുമിച്ച് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാഡമിനോട് എന്ത് പറയും? നീ തന്നെ അത് പറ എന്ന് ചേച്ചി ലോപ്പിനോട് പറയുന്നു. She walked angrily towards the gate. With me hesitantly followed her. അവള് വളരെ ദേഷ്യപ്പെട്ട്, സിസ്റ്റർ വളരെ ദേഷ്യപ്പെട്ട് ഗേറ്റിൻ്റെ അടുക്കിലേക്ക് നടന്നു വരികയാണ്. തൊട്ടുപിറകെ ലോപ്പും ഉണ്ട്. ഐ മംബിൾഡ് മൈ അപ്പോളജീസ് ആൻഡ് ഫോളോഡ് ഹെർ ഇൻ. വളരെ വിഷമത്തോടെ അല്ലെങ്കിൽ വളരെ സങ്കടത്തോടെ ചേച്ചിയുടെ പിന്നാലെ അവളും ആ ഗേറ്റിൻ്റെ അടുക്കിലേക്ക് നടന്ന് വരുന്നു. ബൈ സം മിറക്കിൾ നോ വൺ സീംഡ് ടു ഹാവ് നോട്ടീസ്ഡ് അസ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ആരും അവരെ രണ്ടുപേരെയും ഇതുവരെ കണ്ടില്ല. വി ക്വിക്ലി മഞ്ച്ഡ് എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് പൊട്ടാറ്റോസ് ആൻഡ് ഡ്രാങ്ക് അവർ ടീ. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രണ്ടുപേരും റൂമിലേക്ക് കയറി. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കോൾഡ് ചിക്കൻ, ബോയിൽഡ് പൊട്ടാറ്റോസ് ഒക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. സിനാലോപ്പിന് വലിയ വിഷമം തോന്നി. അവളിപ്പോൾ ചിന്തിക്കുകയാണ്, ഒരു ഡോഗിനെ പോലെ ഒന്ന് ഉറക്കെ കരയാൻ അല്ലെങ്കിൽ ഒന്ന് ഹൗൾ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. ഐ വിഷ്ഡ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. ആരെങ്കിലും എനിക്ക് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ. ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്. നീ യൂസ്ലെസ് അല്ല, നിനക്കും നല്ലൊരു ദിവസം ഉണ്ടാകും എന്നൊക്കെ എന്നോട് പറയാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ. ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ്ന്റ് ഹേറ്റ് മീ. എൻ്റെ സിസ്റ്റർ എന്നെ വെറുത്തില്ലായിരുന്നെങ്കിൽ എന്നവൾ ചിന്തിക്കുന്നു. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ് എനിത്തിങ്. എനിക്കും നിനക്കും ഒരു നല്ല ദിവസം ഉണ്ടാകും, നിനക്കും നല്ലൊരു ദിവസം ഉണ്ടാകും, നല്ലൊരു അവസ്ഥ ഉണ്ടാകും എന്നൊക്കെ എനിക്കൊന്ന് ഉപദേശം തരാൻ എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവളിപ്പോൾ ചിന്തിക്കുന്നു. പാരഗ്രാഫ് 14. The next morning I woke up long before the alarm went off. Some kind of pain within pushed me to do everything at double speed and run to my toilet. പിറ്റത്തെ ദിവസം രാവിലെ അവൾ സാധാരണ എഴുന്നേൽക്കുന്നതിലും നേരത്തെ എഴുന്നേറ്റു. അവളുടെ ഉള്ളിൽ ഒരു വേദന കാരണം അവൾ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർത്തു. വേഗം തൻ്റെ ആ ടോയ്ലറ്റിലേക്ക് പോകാൻ അവൾ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ടോയ്ലറ്റ് അവളുടെ പ്രൈവറ്റ് സ്പേസാണ്. അവിടെ ഇരുന്ന് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കരയാൻ
സാധിക്കും. ഐ കോൾ ഇറ്റ് മൈ ടോയ്ലറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ അവൾ ആ ടോയ്ലറ്റിനെ മൈ ടോയ്ലറ്റ് എന്നാണ് പറയുന്നത്, എൻ്റെ ടോയ്ലറ്റ് എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് അതവളുടെ സ്വന്തമായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഐ ഫെൽറ്റ് മൈ സ്പിരിറ്റ്സ് റിയലി ലിഫ്റ്റിംഗ് ആസ് ഐ പുട്ട് ഓൺ മൈ ഷൂസ് ഔട്ട്സൈഡ് ദ ഗേറ്റ്. അവൾ വേഗം തന്നെ ഗേറ്റിൻ്റെ പുറത്തേക്ക് പോയി അവളുടെ ഷൂസ് എടുത്ത് ധരിച്ച് അവൾ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. ഐ മേഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ മൈ ബാഗ്. എന്നിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് നോട്ട്ബുക്ക് ബാഗിൽ ഉണ്ടോ എന്നുള്ളത്. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റർ ആൻഡ് മൈ ഫീറ്റ് വെയർ ഫ്ലീറ്റിംഗ് ലൈറ്റർ ഓൾ ദി ടൈം. വളരെ വേഗത്തിൽ അവൾ ടോയ്ലറ്റ് ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ദെൻ ഐ നോട്ടീസ്ഡ് ദാറ്റ് ദ ഡോർ ഹാഡ് ബീൻ പെയിൻറ്റഡ് ആൻഡ് ദാറ്റ് എ ന്യൂ വിൻഡോ പെയിൻ ഹാഡ് റീപ്ലേസ്ഡ് ദ ഓൾഡ് ബ്രോക്കൺ വൺ. ചില വ്യത്യാസങ്ങളൊക്കെ അവൾ അവിടെ കണ്ടു. അവൾ ചെല്ലുമ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഡോറ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു, വിൻഡോ പെയിനൊക്കെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു, പഴയത് മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ഐ സ്മൈൽഡ് ടു മൈസെൽഫ് ആസ് ഐ റീച്ച്ഡ് ദ ഡോർ. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോയം. ഇപ്പോൾ അവളോട് തന്നെ അവൾ സ്മൈൽ ചെയ്യുകയാണ്. ആ ഡോറിൻ്റെ അടുക്കൽ അവൾക്ക് എത്താൻ സാധിച്ചതിൽ അവൾക്ക് തന്നെ സ്മൈൽ ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. മെനി മോർ മോർണിംഗ്സ് സോ മീ സിറ്റിംഗ് ദെയർ റൈറ്റിംഗ്. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോയം. ധാരാളം മോർണിംഗ്സിൽ അവൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ട്. ചില സമയത്ത് അതൊരു പോയം ആയിരിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ അവളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ്. എൻ്റെ തലയിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വച്ചിരുന്നത്. ഐ റിമെമ്പർ സം ഡേയ്സ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. ചില ദിവസങ്ങളിലൊക്കെ അവൾക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും സിസ്റ്ററിൽ നിന്നും അവൾ മറച്ചു വെക്കുന്നതായിട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ട്. ഷീ ഡിഡ്ന്റ് നോ അബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. സിസ്റ്ററിന് ഇവളുടെ ആ ടോയ്ലറ്റിനെ കുറിച്ച് അറിയത്തില്ല, പാർക്കിലുള്ള ആ ടോയ്ലറ്റിനെ കുറിച്ച് അറിയത്തില്ല. അതുപോലെ ഷി വാസ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട്ബുക്ക്. സിസ്റ്റർ ഇവളുടെ ഈ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഇവളുടെ ഈ എഴുത്തുകളിലൊന്നും സിസ്റ്ററിന് വലിയ താല്പര്യമില്ല. പല കാര്യങ്ങളും ഇവളിൽ നിന്നും അല്ലെങ്കിൽ സിസ്റ്ററിൽ നിന്നും ഇവൾ മറച്ചു വെച്ചിരുന്നു. പാരഗ്രാഫ് 16. ദ വൺ മോർണിംഗ് ഐ വാണ്ടഡ് ടു റൈറ്റ് എ സ്റ്റോറി അബൌട്ട് വാട്ട് ഹാഡ് ഹാപ്പൻഡ് അറ്റ് വർക്ക് ദ ഡേ ബിഫോർ. ഒരു ദിവസം രാവിലെ അവൾ ഒരു സ്റ്റോറി എഴുതാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനെക്കുറിച്ചുള്ള സ്റ്റോറിയാ? തലേ ദിവസം അവളുടെ വർക്ക് പ്ലേസിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് സ്റ്റോറി എഴുതാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു. ദ സൂപ്പർവൈസർ സ്ക്രീമിംഗ് അറ്റ് മീ ഫോർ നോട്ട് കോളിംഗ് ഹെർ വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹു സ്റ്റോൾ 2 ഡ്രസ്സസ് അറ്റ് ലഞ്ച് ടൈം. അപ്പോൾ ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റ് എന്താണെന്നാണ് അവളിവിടെ പറയുന്നത്. അവൾ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തെ സൂപ്പർവൈസർ അവളെ സ്ക്രീം ചെയ്യുന്നു, വഴക്ക് പറയുന്നു. എന്തുകൊണ്ടാണ് വഴക്ക് പറഞ്ഞത്? ലഞ്ച് ടൈമിൽ 2 ഡ്രസ്സ് ആരോ കയറി എന്ത് ചെയ്തു, മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതവള് കണ്ടിരുന്നു, പക്ഷേ ഇവൾക്കത് സൂപ്പർവൈസറെ അറിയിക്കാനായിട്ട് സാധിച്ചില്ല. ആ സമയത്ത് അറിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം വന്നിവളെ വഴക്ക് പറഞ്ഞു. ഇറ്റ് ഓൾ കെയിം ബാക്ക് ടു മീ ആൻഡ് ഐ വാസ് സ്മൈലിംഗ് വെൻ ഐ റീച്ച്ഡ് ഫോർ ദ ഡോർ. അപ്പോൾ അതിനെക്കുറിച്ച് അവൾക്ക് എഴുതണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സ്റ്റോറി എഴുതണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ അവളുടെ ആ ടോയ്ലറ്റിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവിടെ ഇരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് അവൾ വരുന്നു. ബട്ട് ഇറ്റ് വുഡിൻ ബി ഓപ്പൺഡ്. പക്ഷേ എന്താ കണ്ടേ? ടോയ്ലറ്റിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആ ടോയ്ലറ്റ് ഓപ്പൺ ചെയ്തിട്ടിരുന്നില്ല. ഇറ്റ് വാസ് ലോക്ക്ഡ്. അത് ലോക്ക്ഡ് ആയിരുന്നു. I think for the first time I accepted that the toilet was not mine after all. അപ്പോൾ അവൾ തന്നെ മനസ്സിലാക്കുകയാണ് ഈ ടോയ്ലറ്റ് എൻ്റേതല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഫാക്റ്റ് അവളിവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നു. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ. പതിയെ ആ ടോയ്ലറ്റിൻ്റെ അടുക്കിൽ നിന്നും അതിൻ്റെ അടുക്കിലുണ്ടായിരുന്ന ഒരു ബെഞ്ചിൻ്റെ അടുക്കിലേക്ക് അവൾ പോയി. വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോട്ട് ദ സ്റ്റോറി എനിവേ. അപ്പോൾ അവിടെ പോയിരുന്ന സ്പ്രിംഗ് സണ്ണും ഒക്കെ കണ്ട് സ്റ്റോറി എഴുതാമെന്നവൾ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും അവൾ ആ സ്റ്റോറി എഴുതാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത്രയും നാൾ
അവൾ ആ ഒരു ടോയ്ലറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അവൾക്ക് ആശ്രയിക്കാൻ അല്ലെങ്കിൽ അവളുടെ ഒരു കംഫർട്ട് സോണായിട്ട് ടോയ്ലറ്റിനെ കണ്ടിരുന്നു. പക്ഷേ അത് അവളുടേതല്ല എന്ന് അവൾ പിന്നീട് മനസ്സിലാക്കി. നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മളുടേതല്ലാതെയായി മാറി വരുമ്പോൾ നമ്മൾ ആ ഫാക്റ്റ് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി മറ്റൊരു കംഫർട്ട് സോൺ കണ്ടെത്തി ചെയ്യുകയും ചെയ്യണമെന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്.